പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നോമ്പ് ആരാധനയുടെ 27ാമത്തെ ദിവസം ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലൂടെ ദൈവം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ ക്രമപ്പെടുത്തുവാൻ ഇന്നത്തെ വചന സന്ദേശത്തെ അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നൽകി ഞങ്ങളുടെ കൃപയുടെ കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കടന്നു വരേണ്ട ജനത്തെ കൂട്ടിവരുത്തണമേ. ദൈവത്തിൻ്റെ കൃപയിലും അങ്ങയുടെ കരുതലിലും ഞങ്ങൾ ജീവിപ്പാൻ ദൈവം സഹായിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 478ാമത്തെ ഗീതം, എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി എന്ന് ആരംഭിക്കുന്ന 478ാമത്തെ ഗീതം. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. പാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നുതാം പോകുമവൻ, പാറയെ പിളർന്നുതാം പോകുമവൻ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. പരൂരിലും ദൈവമെനിക്കധിപതിയേ, പരൂരിലും ദൈവമെനിക്കധിപതിയേ, തരുമവൻ പുതുമന്ന അധിപതിയേ, തരുമവൻ പുതുമന്ന അധിപതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ ധനാന്തരമേ, മനോഹരമായ ധനാന്തരമേ, അതെനിക്കറിയാത്തൊരവകാശമേ, അതെനിക്കറിയാത്തൊരവകാശമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കലാഞ്ജലികാനന്ദമേ, കലാഞ്ജലികാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഭാരദൂതൻ എന്നെ കടന്നുപോയി. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം 112 പ്രതിവാക്യമായി വായിച്ച് കേൾപ്പിക്കും.
അത് കഴിഞ്ഞ് 2 സുവിശേഷ ഭാഗങ്ങൾ, ആദ്യം യോഹന്നാൻ സുവിശേഷവും പിന്നെ മത്തായി സുവിശേഷവും വായിച്ചു കേൾപ്പിക്കും. 112 സങ്കീർത്തനങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 112. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരിലൂടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടനത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടിച്ചൊരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷ വേദഭാഗം വായിക്കുമ്പോൾ 2 ഭാഗം കൊണ്ടിരിക്കാം, ഇരുന്ന് നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാഴ്ച കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31 മുതൽ 37 വരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വയ്ക്കുവിൻ, അല്ലായികയിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വയ്ക്കുവിൻ. ഫലം കണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നത് നിന്നല്ലയോ വായ് സംസാരിക്കുന്നത്? നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയതും പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കുകയും ചെയ്യും. ക്രിസ്തുവേ സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ചവട്ടകാലം ദൈവം നമ്മെ സഹോദരമായി കാത്ത് പരിപാലിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മിൽ പ്രാപിപ്പാനായി ദൈവസന്നിധിയിൽ വണക്കത്തോടെ ആയിരിക്കാം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ഏത് വ്യക്തിയെയും ദൈവം കൈക്കൊള്ളും. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, പ്രാർത്ഥന ആവശ്യങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. അതിനായി
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ആലയത്തിൽ കടന്നു വന്ന വ്യക്തികളുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ, ഹൃദയഭാരത്തെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകം തെറ്റുകൾ ചെയ്യുവാനിടയുണ്ട്. പലരും നമ്മളെ പാപി എന്ന് മുദ്രകുത്തുമ്പോൾ നമ്മെ സ്നേഹത്തിൽ കൈക്കൊള്ളുന്ന ദൈവം എത്ര നല്ലവനാണെന്ന് നമുക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിയും. നമുക്ക് പറയാം, അങ്ങല്ലാതെ എൻ്റെ ഭാരം നീക്കാൻ ആരുമില്ല, അങ്ങല്ലാതെ എൻ്റെ പാപം തീർക്കുവാൻ രക്ഷകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമേ, എന്നെ ഏറ്റുകൊള്ളണമേ, എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ എന്നെ നടത്തണമേ, അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ. പൈശാചികനാരെ വിഴുങ്ങേണ്ടു എന്ന് തക്കം പാർക്കുന്ന അനേകമായ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പകരുവാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ദൈവമേ, ഉന്നതമായ വിജയം പ്രിയപ്പെട്ടവർക്ക് നൽകണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ തക്കവണ്ണം ഓർമ്മശക്തിയോടെ, അനുഗ്രഹത്തോടെ പരീക്ഷ എഴുതുവാൻ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കാം. ഹൈസ്കൂളുകളിൽ, സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ പരീക്ഷ നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നടക്കുന്ന ആ പരീക്ഷകളിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ ബാലികാ ബാലന്മാരെ ഓർക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിക്കാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയിൽ ബിഷപ്പായി നിയുക്തനായിരിക്കുന്ന റവൻ ഡോക്ടർ പ്രിസ്റ്റൻ ബെൻ അച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നാളത്തെ ബോധക അഭിഷേകത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആ ഫംഗ്ഷൻ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബിഷപ്പ് തിരുമേനിയായി തീരുവാൻ പോകുന്ന അച്ഛനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ വഹിക്കാം. നല്ല മനസ്സോടും നല്ല മനസ്സാക്ഷിയോടും അനേകരെ ചേർത്ത് നിർത്തുന്ന ഈ നാളുകളിൽ ക്രൂശിൻ്റെ അനുഭവം നാം ചിന്തിക്കുമ്പോൾ ശത്രുക്കളെയും സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്ന ഒരു തിരുമേനിയായി തന്നെ നമുക്ക് ദൈവം നൽകുന്നതിനായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയെ ഓർക്കാം. മഹായിടവകയിലെ ഭാരവാഹികളെ ഓർക്കാം. പ്രത്യേക ആതുര ശുശ്രൂഷകൾ ഈ നാളുകളിൽ ചെയ്യുന്ന സപ്ത പദ്ധതികളിലൂടെ അനേകർക്ക് ആദരവ് പകരുന്ന ഭരണസമിതിയെ ഓർക്കാം. നമ്മുടെ മഹായിടവ സെക്രട്ടറി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ജോയിൻറ്റ് വൈസ് ചെയർമാനെ ഓർക്കാം. നമ്മുടെ ട്രഷറർ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പാസ്പോർട്ട് സെക്രട്ടറിയെ, അതുപോലെ വിവിധ ബോർഡുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മഹായിടവകയിലെ വിവിധ സ്ഥാപനങ്ങളെ നമുക്ക് ഓർക്കാം. എല്ലാ സ്ഥാപനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ കൃപ പകരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ, അനേകർക്ക് നന്മയായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ കാരക്കോണത്തെ മെഡിക്കൽ കോളേജിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുത്തെ കോഴ്സുകളെ ഓർക്കാം. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അവിടെ ചികിത്സിക്കപ്പെടുന്ന രോഗികളെ ഓർക്കാം. ആ സ്ഥാപനം നമ്മുടെ മഹായിടവകയ്ക്കും നമ്മുടെ മഹായിടവകയിലെ അനേകർക്കും ഏറ്റവും നന്മയും അനുഗ്രഹവുമായി തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പുതിയതായി ലഭിച്ച നഴ്സിംഗ് കോളേജിനായി പ്രാർത്ഥിക്കാം. കഴക്കൂട്ടത്തെ മിഷൻ ഹോസ്പിറ്റലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ, ആശ്വാസം അനേകർക്ക് ലഭിക്കുവാൻ, പുതിയതായിട്ട് ലഭിക്കുന്ന കോഴ്സുകൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്, മുളയറ കോളേജിന്, BEd കോളേജിന്, ലോ കോളേജിന്, എഞ്ചിനീയറിംഗ് കോളേജിന്,
സ്കൂളുകളെ, ഹയർ സെക്കൻഡറി സ്കൂളുകളെ, എല്ലാ സ്കൂളുകളെയും സ്ഥാപനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഗോർഡൻ അച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിറവ് എന്ന പദ്ധതിയെ നമുക്ക് ഓർക്കാം. അനേക കുഞ്ഞുങ്ങളെ സാമ്പത്തികമായിട്ട് വളരെ മോശമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം നിറവിലൂടെയും ദൈവം സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആർദ്രം പദ്ധതി, ഇൻഷുറൻസ്, പാലിയേറ്റീവ് കെയർ, ഓൾഡ് ഏജ് ഹോമുകൾ, അനാഥ മന്ദിരങ്ങൾ, എല്ലാറ്റിലൂടെയും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡയോസിലെ പ്രധാന ചർച്ചയായിരിക്കുന്ന MMCSI കത്തീഡ്രലിൻ്റെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ പ്രിയ മക്കളുടെ മേൽ പകരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ സഭകൾ, ഡയോസിലെ എല്ലാ സഭകളെയും, അതിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരെ, പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ആത്മായ പ്രതിനിധികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ വിശ്വാസികളെയും കർത്താവ് തൊടുന്നതിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന അനേക വ്യക്തികൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ രോഗങ്ങളാൽ ആശുപത്രിയിലായിരിക്കുന്നവർ, ആശുപത്രിയിലെ ഓപ്പറേഷന് കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നവർ, അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ, അതുപോലെ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം പ്രാപിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിന് ചുറ്റുമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് കോളേജുകളിൽ വർക്ക് ചെയ്യുന്നവർ, മറ്റ് സ്കൂൾ തലത്തിൽ അധ്യാപനം നടത്തുന്നവർ, എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സ്ഥിരോത്സാഹത്തോടെ അവരുടെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ടവരിൽ പകരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ സംഘടനകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സംഘടനകളിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, കർത്താവിൻ്റെ സത്യ സാക്ഷികളായി, വിശ്വസ്ത ശിഷ്യന്മാരായി ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ വാർത്തെടുക്കുന്ന സംഘടനകളാകുവാൻ അതിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ദൈവം നമ്മുടെ പാപത്തെ രക്ഷിക്കുന്ന, പാപഭാരത്തെ മാറ്റുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏറ്റുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടിലും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ, നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലീശനേ, എൻ്റെ ഭാരം നീക്കാൻ നീയല്ലാതാരുള്ളു രക്ഷക, എൻ്റെ പാപം തീർക്കാൻ എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനാം. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവർ പാപിയായിട്ട് മുദ്രണം ചെയ്യുമ്പോഴും യേശുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ കൈക്കൊള്ളുന്ന ദൈവം എത്ര നല്ലവനാണെന്ന് സാക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അങ്ങ് മാത്രമേ ഞങ്ങളുടെ ഭാരം തീർക്കുവാൻ, ഞങ്ങളുടെ പാപം തീർക്കുവാൻ ഉള്ളൂ എന്നറിഞ്ഞ് ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇനി ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ അങ്ങയുടെ പ്രിയ മക്കളുടെയും
അങ്ങയുടെ പ്രിയമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ കർത്താവേ. ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും നാലേത്തിൽ കടന്നു വന്ന് സാക്ഷ്യം നിർവഹിപ്പാൻ, വചന ഉൾക്കൊള്ളുവാൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ വഹിക്കണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ദൈവഭക്തിയും ദൈവഭയവും ദൈവമേ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ ഓർക്കുന്നു. ഈ ലോകമായൽപ്പെട്ടില്ലാതെ ദൈവത്തിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ജോലി ചെയ്യുന്നവർ, മറ്റ് പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നിയുക്ത ബിഷപ്പായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ പ്രസന്നച്ചനെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കുകയും വളരെ നീതിയോടെ തൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ഡയോസിലെ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും ഒരുപോലെ കണ്ട് നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്തുവാൻ തക്കവണ്ണം പ്രിയമകനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബോധക അഭിഷേകം ക്രമീകരിച്ചിരിക്കുന്ന നാളത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കടന്നു വരുന്ന എല്ലാ ബിഷപ്പന്മാരിലൂടെയും ആശംസകൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ കൃപ കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവക ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കെടുത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് 540 ഗീതം ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്ന് തുടങ്ങുന്ന 540 ഗീതം അല്പസമയം ഇരിക്കുകയായിരുന്നല്ലോ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളെ അടിക്കാൻ പറ്റുന്നവർക്ക് കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുക്കാം. ആ സമയത്ത് കാണിക്ക സ്വീകരിക്കും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിന്തൊലി മുഴങ്ങും പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാമണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാർത്ഥനെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാമണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മലവാളങ്ങളിൽ വാനമേഘത്തിൽ മയങ്ങാനിയും സമയമില്ല. മധ്യരാസത്തിങ്ങൾ മകനീയത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും. മയങ്ങാനിയും സമയമില്ല. മധ്യവാസത്തിങ്ങൾ മകനീയത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും. കഷ്ടങ്ങൾ സാരമില്ല.
ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും. ജാതികൾ ജാതിയോടെ എതിർത്തിടുമ്പോൾ ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിന്ദാനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഇരിക്കാം. അർപ്പിക്കപ്പെട്ട കാഴ്ചയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിൻ്റെ ഘനം ഓർത്തിടുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ഭാരങ്ങൾ സാരമില്ല എന്ന് പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്തദാസനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകം ചെയ്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന ക്രമത്തിൽ ഞങ്ങളെ അറിയിപ്പാൻ ദൈവം പ്രിയ മകനെ അങ്ങ് കൃപയുടെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. ഇന്ന് അർപ്പിച്ചിരിക്കുന്ന കാഴ്ച ദൈവം സ്വീകരിക്കണമേ. ഇത് അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ നാം പ്രാർത്ഥനയിൽ കേട്ടതുപോലെ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നിയുക്തനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ പ്രസവൻ അച്ഛൻ ആണ് ബിഷപ്പായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിഷേകം, ബിഷപ്പായിട്ടുള്ള അഭിഷേകം നാളെ 1 മണിക്ക് LMS കോമഡിൽ നടക്കുന്നു. എല്ലാവർക്കും 12 മണി മുതൽ ഭക്ഷണം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ 1 മണിക്ക് ഈ ശുശ്രൂഷയും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ പങ്കെടുക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിൽ അനേകം പേര് നേർത്തുകൊണ്ടിരുന്ന ആളുകളും ഇന്ന് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള മെസ്സേജാണ് കേൾക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ നാമം എത്ര മഹത്വപൂർണ്ണമാണെന്ന് കേൾക്കുവാൻ സാധിച്ചു. പ്രത്യേകം ഓർക്കുക, എന്നാലും അതിൽ ചില വ്യക്തികൾ 4ഓളം കേസ് ഈ ബിഷപ്പിൻ്റെ ഇലക്ഷന് വേണ്ടി സ്റ്റേക്കായിട്ട് പോയി. അതെല്ലാം ദൈവകൃപയാൽ വെക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബിഷപ്പ് പ്രഖ്യാപനം നടന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ശക്തിയാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. നമ്മുടെ ഡയസ് ഒറ്റ മനസ്സോടെ ഒരു വേർതിരിവുമില്ലാതെ ഒരേ കൊടിക്കീഴിൽ അണിനിരക്കുവാൻ തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ കൃപ പകരുവാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു. അതുകൊണ്ട് നാളെ സംഘടന ആരാധനകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. സൺഡേ സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ ഒരു അധ്യാപകരുടെയും കുട്ടികളുടെയും 1/2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. മറ്റ് സംഘടനകളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച നടക്കുന്ന ഇംഗ്ലീഷ് ആരാധനയുടെ ഓർഡർ ഓഫ് വർഷിപ്പ് നാം നോക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ആ സമയത്ത് നടക്കും. അതുപോലെ വെജിറ്റബിൾ പ്ലാന്റേഷൻ നാളെ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ചെടിച്ചട്ടിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണം പ്രിയപ്പെട്ടവർ ചെയ്യും. ഇത് ഓർക്കുക, പ്രാർത്ഥിക്കുക. നാളത്തെ ആരാധന കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാവരും കൃത്യസമയത്ത് വരിക. ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകുന്നത് പ്രൊഫസർ ശ്രീ പ്രിൻസ് സാറാണ്. നാം അനേക പ്രാവശ്യം സാറിൻ്റെ വചനഘോഷണം കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടതായ വചന സന്ദേശം നൽകുവാനായി ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സാറിനെ വചന സന്ദേശത്തിനായിട്ട് ഈ സമയം ക്ഷണിക്കുന്നു. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ശ്രീ നല്ല പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ ഈ ശനിയാഴ്ച ദിവസത്തിൻ്റെ ഈ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾക്ക് നോയമ്പ് ആരാധനയായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും സത്യവചനങ്ങളെ ചിന്തിപ്പാനും എല്ലാം ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഇന്ന് കർത്താവെ 27ാമത്തെ നോയമ്പാരാധനയാണല്ലോ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രോത്സാഹകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോട് കൂടെ ഇന്ന് അല്പസമയം സത്യവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാൻ തപ്പണം. ദൈവം നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനായി അതെനിക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ അച്ഛന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. നാം വചനത്തിൽ കേട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്, അല്ലാതെ മറ്റെന്തോ എവിടെയെന്നോ എടുക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ വചനങ്ങളെടുത്ത് വായിക്കുക. ദയവായിട്ടൊരു കാര്യം, കുഞ്ഞുങ്ങളും ബൈബിളൊക്കെ തുറന്ന് പറയുന്ന വാക്കുകളെ ഒന്ന് നോക്കുക. പലപ്പോഴും വളരെ ദുഃഖകരമായ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ബൈബിൾ വായിക്കുമ്പോൾ വചനം നോക്കാതെ, വചനങ്ങൾ എടുക്കാതെ എന്തൊക്കെയോ തുറന്നു വച്ച് ആരെയോ കാണിക്കുന്ന പല സംഭവങ്ങൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. മനുഷ്യൻ്റെ കണ്ണിനെ മറയ്ക്കാം, ദൈവത്തിൻ്റെ കണ്ണിനെ മറയ്ക്കാനൊക്കില്ല. ഇത് ആലയം, ഇവിടെ ആര് വസിക്കുന്നു, ആരുണ്ട്, മറക്കരുത്. മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം അയ്യോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇടവരരുതേ പ്രാർത്ഥിക്കുന്ന ഞാൻ വളരെ വളരെ ഭാരത്തോടെ തന്നെ പറയുന്നത്. പലപ്പോഴും നമ്മൾ സത്യവചനത്തിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ. എന്തിനോ എന്നിരുന്നിട്ടൊക്കെ പോകുന്നു, എന്തിനോ നമുക്കറിയില്ല. അപ്രകാരം ആയി തീരല്ലേ എന്ന് താഴ്മയോടെ കെഞ്ചുന്നു. താഴ്മയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പുതുതായിട്ടൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിൽ എനിക്ക് ദൈവം തന്ന ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നാം പാഠമായി ആദ്യം വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യമായി നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം, ഉയർപ്പിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അന്ന് നമ്മളിതിന് ഈസ്റ്ററിന് നമ്മളിതെല്ലാം ആഘോഷിക്കുന്നതും ചിന്തിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മൾ ഈ നൊയമ്പിൻ്റെ ദിവസങ്ങളിൽ വന്ന കുറവുകളുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ, അതിനെ ഏറ്റുപറയുവാനുള്ള ഒരു ചിന്ത മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം അന്ന് സന്ധ്യയായപ്പോൾ ആകെ ഭയപ്പെട്ട ഒരവസ്ഥകളാണ്. യേശുവിനെ ക്രൂശിച്ചു കൊന്നു. അപ്പോൾ അടുത്ത് ശിഷ്യന്മാരാണ് പിടിക്കപ്പെടാൻ പോകുന്നത്. ശിഷ്യന്മാരതുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഇരുന്ന അവസരത്തിൽ അവരുടെ വീട്ടിൽ, അവരുടെ മുറിയിൽ അവർ ഒരുമിച്ച് കതകടച്ച് ഇരുന്ന അവസരത്തിൽ അവരുടെ മധ്യേ കർത്താവ് എഴുന്നള്ളി. അതാണ് നമ്മളവിടെ വായിച്ചത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആശ്വാസം തന്ന് നമ്മളെ അന്വേഷിച്ച് വന്ന് ആശ്വാസം നൽകുന്ന ഒരു യേശുവിനെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നിങ്ങളും ഞാനും ഭാരത്തോടും വേദനയോടും പ്രയാസത്തോടും ഭയപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു യേശുവിനെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നാം ഒന്നിച്ചല്ല, ഒറ്റയ്ക്കല്ല, പിന്നെയോ നമ്മുടെ കൂടെ ദൈവം കൂടെ ഉണ്ട്, യേശു അപ്പച്ചൻ കൂടെ ഉണ്ട്. യേശു ഇവിടെ വന്നതാണ്. യേശു വന്നവർക്ക് ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം. യേശു വന്നിരിക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തത്, അതെ,
നിങ്ങൾക്ക് സമാധാനം. അപ്പം സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, ആകുല ചിന്തയായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നത് സമാധാനമെന്നാണ്. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ അത് കഴിഞ്ഞ് യേശു എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരെല്ലാവരും പേടിച്ചു പോയി. കഥ അടച്ചിരിക്കുകയാണ്. കഥ അടച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വന്നു ഇതിനകത്ത്. ആകെ ശിഷ്യന്മാർ പേടിച്ചു. ഇത് എന്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും ആണോ, അതോ ഭൂതമാണോ? നിങ്ങൾക്ക് മറ്റു പല ഭാഗങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവർ ഉടനെ യേശു എന്ത് ചെയ്തു? തൻ്റെ വിലാപ്പുറവും കൈയും കാലും കാണിച്ചു കൊടുക്കുകയാണ്. വിലാപ്പുറത്ത് എന്തുണ്ട്? കുന്തം കൊണ്ട് പടയാളി യേശു മരിച്ചോ ഇല്ലയോ 2 ശിഷ്യന്മാരുടെ കാലൊക്കെ അടിച്ചൊടിച്ചു. 2 കുരിശിൽ കിടന്ന അടുത്തും വലത്തും ഇടത്തുമുള്ള ആളുകളുടെ കാലെല്ലാം അടിച്ചൊടിച്ചു. അപ്പോൾ യേശുവിനെയും കൊല്ലാൻ വന്നപ്പോൾ യേശു മരിച്ചിരിക്കുന്നു. യേശു മരിച്ചോ എന്നറിയാൻ വേണ്ടി പടയാളികൾ ഒരുത്തൻ കർത്താവിൻ്റെ വിലാപ്പുറത്തൊരു കുത്തുകുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒലിഞ്ഞു. അപ്പോൾ ആ യേശുവിൻ്റെ വിലാപ്പുറത്തൊരു കുത്തുണ്ട്. അതുപോലെ യേശുവിൻ്റെ കയ്യിലും കാലിലും ആണിപ്പാടുണ്ട്. ഒറിജിനൽ യേശുവിനെ കാണുവാൻ നിങ്ങൾ യേശുവിൻ്റെ കൈ നോക്കിയാൽ മതി, യേശുവിൻ്റെ വിലാപ്പുറം നോക്കിയാൽ മതി. ഹല്ലേലൂയ! യേശു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെ കണ്ടപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർ സമാധാനപ്പെട്ടു, അവർ സന്തോഷിച്ചു. ഇത് യേശു തന്നെയാണ്, യേശു തന്നെയാണ്. പിന്നെ അടുത്ത് പറയുന്നത്, യേശുവിനെ കാണിച്ച് കർത്താവ് അവരെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു, അവനെ കണ്ടിട്ട് സന്തോഷിച്ചു. പിന്നെ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് സമാധാനം. പിന്നെ അവർ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞ് ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? പിന്നെ അവരോട് നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് ഒരു ശുശ്രൂഷ ഉണ്ട്. നിങ്ങളെയും എന്നെയും അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിളിച്ചെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിന് നമുക്കൊരു ചുമതല ഉണ്ട്, നമുക്കൊരു ചുമതലകളുണ്ട്. ആ ചുമതലകൾ നിങ്ങൾ ഞാൻ നിർവഹിക്കേണ്ടവരാണ്, ഓർക്കുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ച് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി നിങ്ങൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. കഷ്ടപ്പാടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാനല്ല കർത്താവ് വിളിച്ചത്. എന്താണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടു, എന്താണ്? അവനവൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇന്നലെയൊക്കെ നമ്മൾ കേട്ടത് അതാണ്. ഈ ദിവസങ്ങളിൽ എന്താണ് കേട്ടത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. കുരിശില്ലാതെ ഒരു ജീവിതമില്ല. അവനവനുള്ള കുരിശ് തന്നിട്ടുണ്ട്. ആ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ ശിഷ്യന്മാരോട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പം വെറുതെ അയക്കുന്നതല്ല, അതാണ് അടുത്ത് നിങ്ങൾ വായിക്കുക. അടുത്ത ഉടനെ എന്താണ് എഴുതി പറഞ്ഞ്? പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നത് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പം വെറുതെ നിങ്ങൾ ചെന്ന് ശുശ്രൂഷിക്കുക, നിങ്ങളെ ഞാൻ അയക്കുന്നു എന്നല്ല ദൈവം അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ ഈ ശിഷ്യന്മാർ, തന്നോട് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് യേശു അവരുടെ മേൽ ഊതി. എവിടെ ഊതി? എന്തായി? നിങ്ങൾ ബൈബിൾ അറിയാവുന്നവർക്ക് പഴയ നിയമത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചു, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അവന് ജീവനില്ലായിരുന്നു. എന്നാൽ യേശു അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ദൈവം തൻ്റെ ശക്തി പകരുന്നത് പല രീതിയിലാണ്. അപ്പോൾ ഇവിടെ യേശു ഊതി എന്ത് കൊടുത്തു? അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അതാണ് അവിടെ പ്രത്യേകം വായിക്കുന്നത്. യേശു ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട്, അവിടെ ആയിരുന്ന ശിഷ്യന്മാരോടെന്ന് പറഞ്ഞാൽ, അവിടെ നിങ്ങൾ ബൈബിളിൽ താഴോട്ട് വായിച്ചാൽ അറിയാം, അവിടെ ഒരു ശിഷ്യനില്ലായിരുന്നു. ഒരു ശിഷ്യൻ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ യേശുവിനെ ക്രൂശിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ അവരൊന്നും വായിച്ചില്ല. അവനൊടുവിൽ ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തു.
അവൻ കയറ് പൊട്ടി താഴെ വീണു, അവൻ്റെ കുടൽ ചിതറിപ്പോയി. നിങ്ങൾ ബൈബിളിൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം മറ്റു ശിഷ്യന്മാരെ പോലെ കൊണ്ട് നടന്ന് വളർത്തിയ ആ ശിഷ്യൻ, അവൻ എല്ലാ അധികാരവും എല്ലാം കൊടുത്തവനാണ്. പണക്കിഴി അവൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാഷ്യറായിട്ടൊക്കെ അവൻ വർക്ക് ചെയ്തവനുമാണ്. പക്ഷേ അവൻ അവസാനം എന്ത് പറ്റി? അവൻ ദുർമോഹിയായി തീർന്നു. ദുർമോഹങ്ങൾക്ക് അടിമയാകുമ്പോൾ പലതും നഷ്ടപ്പെട്ട് ഇവിടെ ഇതെല്ലാം നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മാത്രമല്ല, കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് കൈക്കൊള്ളുവാൻ? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപമോചനത്തിനുള്ള അധികാരവും ഈ ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവർക്കും കൊടുത്തതല്ല, ഈ ശിഷ്യന്മാർക്ക് കൊടുത്തു കർത്താവ്. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് യേശു പാപമോചനത്തിനുള്ള അധികാരം ദൈവത്തിനുള്ളതാണ്. പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ആ പാപമോചനത്തിലുള്ള അധികാരവും കൂടെ അവർക്ക് കൊടുത്തയച്ചിരിക്കുന്നു. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷയ്ക്കായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക മാത്രമല്ല, പിന്നെയോ അവർക്ക് പാപമോചനമെങ്കിൽ എന്ത് വേണം? ആദ്യം പാപത്തെ ഏറ്റുപറയണം. അപ്പോൾ അവനവൻ്റെ കുറവുകൾ ഒന്നതിന് ഈ ദിവസവും നോയമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളതാണ് ഓർക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അറിയായ്മയിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ? അത് ശോധന ചെയ്യുവാനാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, പാപമോചിപ്പാൻ തക്കവണ്ണം നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. അപ്രകാരം ഇവിടെ പാപമോചനത്തിനുള്ള അധികാരവും ഈ 10 ശിഷ്യന്മാർക്ക് നൽകി അവിടെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്കിവിടെ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അവരെ അനുഗ്രഹിക്കല്ല, അവർക്ക് പുതിയ ശുശ്രൂഷ നൽകി അവരെ അധികാരപ്പെടുത്തി പറഞ്ഞ ഇവിടെയാണ്. അവർക്ക് അധികാരം കൊടുത്തു. എന്നാൽ നാം അപ്പോസ്തല പ്രവർത്തികളുടെ 2-ാം അധ്യായത്തിൽ അന്ന് യേശുക്രിസ്തു തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പൊയ്ക്കളയരുത്, ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16 അധ്യായത്തിലെല്ലാം വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിനെപ്പറ്റി മനസ്സിലാക്കുക, പഠിക്കുക. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് 3 കുറിച്ച് നമ്മൾ ത്രിത്വമാണ്, ഏകമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതെന്താണ്, എന്തിനു വേണ്ടി, അതുകൊണ്ട് എന്താണ് എന്നെല്ലാം നാം പഠിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അവിടെ കാത്തിരുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ നിങ്ങളുടെ 2-ാം അധ്യായത്തിൽ വായിച്ചാൽ അവിടെ 120 പേരവിടെ കൂടിയിരുന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 50-ാം ദിവസം, പെന്തക്കോസ്തിൻ്റെ ദിവസം, അന്നൊരു കൊടിയ കാറ്റടിക്കുന്നത് പോലത്തെ ഭയങ്കരമായ ശബ്ദം ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ കൂടിയിരുന്ന സ്ഥലത്ത് അഗ്നി ഇറങ്ങി. അഗ്നി നാവോടുകൂടി അവർക്കെല്ലാവർക്കും പ്രത്യക്ഷനായി. അവരുടെ തലമേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നാവ് അവിടെ പ്രത്യക്ഷമായി എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നേരത്തെ നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ആ മുറിയിൽ വെച്ച് അവർക്ക് ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അധികാരവും കൊടുത്തു. പക്ഷേ പെന്തക്കോസ്ത് ദിനത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അവർക്ക് അധികാരം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. അവരുടെ മേൽ ഇറങ്ങി. എങ്ങനെ ഇറങ്ങി? തീയായിട്ടിറങ്ങി. തീയുടെ അടയാളത്തിലിറങ്ങി. തീയെപ്പറ്റിയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിച്ചാൽ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിച്ചാൽ അവിടെ സ്നാപക യോഹന്നാൻ ജനങ്ങളെ സ്നാനപ്പെടുത്തുവാൻ വരുമ്പോൾ അവിടെ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സ്നാനത്തിൻ്റെ സമയത്ത് 4 സുവിശേഷത്തിലും നിങ്ങൾ വായിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കൊണ്ട് സാധിക്കും. ഇപ്പോൾ യോഹന്നാനോട് മത്തായി സുവിശേഷം അവിടെ പറയുന്നത്
ആ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ എന്തുണ്ട്? വീശുമറവുണ്ട്. അവൻ വീശും. അവൻ വീശുന്ന എന്തിനു വേണ്ടി? അതെ, പണ്ട് നെല്ലൊക്കെ വീശുമ്പോൾ അതിൻ്റെ പതിര് വെളിയിൽ പോകും, അതിൻ്റെ നെൽമണികൾ അവിടെ കൂടും, നെൽമണികൾ അവിടെ നിൽക്കും, പതറ് മാറിപ്പോകും. ആ പതറെല്ലാം വാരിയിട്ട് തീയിലിടും. തീയെപ്പറ്റിയെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് തീ കൊണ്ടും ആത്മാവ് കൊണ്ട് നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കും എന്നവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ തീയുടെ അവസ്ഥ, തീ നമുക്കെന്ത് ചെയ്യും? നമ്മെ വിശുദ്ധീകരിക്കും. തീ വിശുദ്ധീകരിക്കും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകൻ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് അവിടെ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അവന് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപി എന്നെല്ലാം പറഞ്ഞ് അയ്യോ എനിക്ക് പാപമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പാപബോധമുണ്ടായി. പ്രവാചകന് പാപബോധമുണ്ടായി. അപ്പോൾ ഞാൻ അരിഷ്ട മനുഷ്യനെന്നെല്ലാം പറഞ്ഞു. ഉടനെയാണ് ദൈവം പറഞ്ഞു സാറാഫുകളിൽ ആ കൊടിൽ കൊണ്ട് അല്പം തീയെടുത്ത് ഇവൻ്റെ വായ്ക്ക് തൊടുവാൻ പറഞ്ഞു. ഈ അപ്പോസ്തലനെ ഈ യെശയ്യാവിന് അവൻ്റെ നാവിന് തൊട്ടപ്പോൾ, അവൻ്റെ വായ്ക്ക് തൊട്ടപ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. തീ ശുദ്ധി ചെയ്യുന്നു. അപ്പം പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാ വന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടി? അവർക്ക് അവിടെ പാപങ്ങൾ മോചിച്ചു, അവർക്ക് വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇനി ഒരു ചെറിയ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. നാം രണ്ടാമത് വായിച്ച ഭാഗം മത്തായി സുവിശേഷം 13-ാം അധ്യായമാണ്. നിങ്ങൾ ബൈബിളുള്ളവർ നോക്കുക, ആ വചനങ്ങൾ അങ്ങനെ തന്നെ വന്ന് അത് ശരിയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് ഒന്ന് അവിടെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ അത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ്. അത് നിങ്ങൾ ഓർക്കുക. മത്തായി സുവിശേഷം 12-ാം അധ്യായം അവിടെ നമ്മൾ വായിച്ചത് 30-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം മുതലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളവരിലും അവനോട് ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബൈബിളിലൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വച്ചേക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ നല്ലത്. നമ്മൾ സാരമില്ല, ഇതൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല. ഇത് വളരെ ഗൗരവകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്? നമ്മൾ മനുഷ്യപുത്രന് നേരെ, ഇപ്പോൾ യേശുക്രിസ്തുവിന് നേരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും സാരമില്ല, ദൈവം ക്ഷമിക്കും, അവരറിയായ്മയിലൊക്കെ ക്ഷമിക്കുന്നുവെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നേരെ കളിച്ചാൽ ആ കളി വെറും കളി അല്ല എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കയില്ല. അടുത്തൊരു ഉദാഹരണ സഹിതം ദൈവം പറയുകയാണ്. അടുത്ത് പറഞ്ഞ എന്താണ് നോക്കുക. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, ഒന്നുകിൽ എന്ന് വയ്പ്പീൻ. അടുത്ത് ഫലവും ചീത്ത, ഇല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വയ്പ്പീൻ. ഫലം കണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. നമുക്കറിയാം, ഒരു വൃക്ഷം നമ്മൾ കൊണ്ട് നട്ടാൽ, ഒരു മാവ് കൊണ്ട് നട്ടാൽ ഇതെങ്ങനെയുള്ള മാവ് എന്ന് നമുക്കതിൻ്റെ ഇലയെന്ന് നുള്ളിപ്പറയ്ക്കുകയോ ഇല നോക്കിയാലോ ഇല ചവിച്ചാലോ എന്ന് അറിയാനൊക്കില്ല. പിന്നെ നല്ല മാങ്ങ അതിൽ കിട്ടിക്കഴിയുമ്പോൾ ആ മാങ്ങ പഴുപ്പിച്ചെടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇതെങ്ങനെയുള്ളത്, പുളിയാണോ പുളിച്ചയാണോ. അതോ ചില മാങ്ങകളിലൊക്കെ അതിൻ്റെ മാങ്ങ അണ്ടിയുടെ അകത്ത് പുഴു കയറിയിരിക്കും. അതൊക്കെ നടന്നു വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഫലം കൊണ്ടാണ് മാവിനെ എന്താണെന്ന് അറിയുന്നത്. ഏത് വൃക്ഷത്തെയും അതാണ് ഇവിടെ പറയുന്നത്. ഫലം നല്ലതെങ്കിൽ മാവ് നല്ലത്, ആ വൃക്ഷം നല്ലത്. ഫലം ചീത്തയെങ്കിൽ അതിൻ്റെ വൃക്ഷവും ചീത്ത. അടുത്ത് പറയുകയാണ്, അടുത്തുള്ള വാക്യം കൂടെ ഒന്ന് കേട്ടോളൂ. 34-ാമത്തെ വാക്യം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. നിങ്ങളുടെ എൻ്റെയും സത്യവചന പുസ്തകത്തിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞൂടാ, ഞങ്ങൾ കണ്ടിട്ടില്ല
വായിച്ചിട്ടില്ല എന്ന് പറയാനല്ല ദൈവവചനം തന്നിരിക്കുന്നത്. അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാനല്ല നമുക്ക് അധികാരികളെയൊക്കെ ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് അവരിതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള കടമകൾ അവർക്കുണ്ട്. അത് നിങ്ങളും ഞാനും മറക്കരുത്. അവനവൻ്റെ കടമകൾ അവനവന് നിർവഹിക്കുക. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ അന്ന് ഉത്തരം പറയുക. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കടമകൾ നമുക്ക് മറ്റുള്ളവർക്ക് മാറ്റിക്കളയാൻ ഒക്കില്ല. എന്നിൽ എന്ത് കടമ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അത് ഞാൻ ചെയ്യേണ്ടവനാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഏർപ്പിച്ചിരിക്കുന്ന കടമകളെ നമ്മൾ നിർവഹിക്കുവാൻ തക്കവണ്ണം കടമപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് എങ്ങനെ ആയിരിക്കുന്നു ഒന്നുകിൽ വൃക്ഷം നല്ലത്. അപ്പോൾ ഹൃദയത്തിനകത്ത് വരുന്നതാണ് നമുക്ക് വെളിയിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിനത്തിൽ വന്നത് നമ്മുടെ നാവിൽ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നാവിൽ കൂടെ സംസാരിക്കുന്നത് വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. അശുദ്ധികൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനാണ് അതിൽ കൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾ അതുകൂടെ ഒന്നെടുത്ത് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം. ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ ബൈബിളിനകത്തൊക്കെ ഉണ്ട്. നമ്മൾ പറയണത് എന്തിനാണ്? ദൈവത്തോട് യേശുവിനോട് പറഞ്ഞാൽ എല്ലാം ഇഞ്ഞ് കിട്ടും. യേശുവിനോട് പറഞ്ഞാൽ മതി. ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലും മതി, അല്ലേ? എല്ലാം പറഞ്ഞാൽ മതി, ഇഞ്ഞ് കിട്ടും, ഇഞ്ഞ് പാഴ്സലായിട്ട് വരും. കർത്താവോട് പറയണത് അതല്ല പറയണത്. പിന്നെ അന്ന് എന്ത് പറയാണ് കർത്താവ്? അന്ന് അത് നിങ്ങൾ എന്താണ് കർത്താവ് നേരെ യേശു കർത്താവ് പറഞ്ഞാണ്, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുക കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെ ലോകത്തെ വിട്ട് പിതാവിലേക്ക് പോകും. മറ്റു ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവം യേശു നമ്മൾ എന്ത് ചോദിച്ചാലും കണ്ണടച്ചുകൊണ്ട് ഞാൻ തന്നയക്കും, കൊടുത്തയക്കും എന്ന് വിചാരിക്കരുത്. ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിക്കുക. കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ നാം കടമപ്പെട്ടവരാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ചുമതലകളനുസരിച്ച് ദൈവകൃപയിൽ വന്നുപോയ കുറവുകൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം കരുണ ലഭിക്കും. നമുക്ക് അവനവന് മാത്രമേ അറിയാവൂ, ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തെല്ലാം ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട്. 10 കന്യകമാരെക്കുറിച്ചെല്ലാം നമ്മൾ വായിച്ചതൊക്കെ നമുക്കറിയാം, ഒരുപാടറിയാം. 10 പേർക്ക് എണ്ണ ഉണ്ടായിരുന്നു, വിളക്കൊക്കെ ഉണ്ടായിരുന്നെല്ലാം കത്തിച്ചുകൊണ്ടൊക്കെ ഇരുന്നവരാണ്. പക്ഷേ കുറച്ച് താമസിച്ചപ്പോൾ 10 പേരുടെ വിളക്കണയാൻ പോകുന്നു. അയ്യോ, എനിക്ക് കൂടെ എത്തിപ്പരം തരുമോ? പക്ഷേ 5 പേര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ തന്നാൽ ഞങ്ങൾക്കും ഇല്ലാതെ പോകും, നിങ്ങൾ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വാ. അവിടെ പറഞ്ഞയച്ചിട്ടൊടുവിൽ അവർ വന്നപ്പോൾ എല്ലാം പൂട്ടി. അയ്യോ, ഞങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്, പിന്നെ വേറെയും ഉണ്ട്, ഞങ്ങൾ ഒരുപാടൊക്കെ പ്രസംഗിച്ചു, ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തി. ദൈവം പറയുന്നത്, അയ്യോ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമ്മളെ ദൈവം അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഗതി വന്നാൽ എന്തായിത്തീരും? നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്ന യേശുവിനോടൊക്കെ ശുപാർശ വെച്ചാലും യേശു പറയുന്നു, ഞാൻ എല്ലാമൊക്കെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും നേരത്തെ വാഗ്ദത്തം തന്നിട്ടില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തി തരും. പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തും. പരിശുദ്ധാത്മ ഉണർത്തുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ 16-ാം അധ്യായം വായിച്ചാൽ അറിയാം. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ വരവ് അതാണ്. പരിശുദ്ധാത്മാവ് എന്നിലും വന്നാൽ എൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. നോക്ക്, നീ ന്യായവിധി ദിവസത്തിൽ എങ്ങനെ നിൽക്കും, എവിടെ നിൽക്കും, എങ്ങനെയാണ്? നിനക്കിതിനൊക്കെ ഉത്തരം പറയാൻ കാണുമോ എന്ന് ദൈവം അന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ അതൊക്കെ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല, അത് കൊച്ചിലെ
എന്ന് പറയാനല്ല, പിന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. അപ്പം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ആലയം ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനാണ്, അല്ല മറ്റെന്തിനുമൊക്കെ വേണ്ടി അല്ല. ഇത് ഒരു ഓഡിറ്റോറിയം അല്ല, ഓഡിറ്റോറിയം താഴെ. ഇത് ഓഡിറ്റോറിയം അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി വന്നിരുന്നാൽ തീർച്ചയായിട്ടും ദൈവിക കൃപ നമുക്ക് അനുഭവിക്കാൻ കൊണ്ട് സാധിക്കും. അതിന് പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. തുടർന്നുള്ള പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം നിർവഹിച്ച പ്രൊഫസർ സിപ്രിൻ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് സമർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. വചനത്തിലെ മുന്നറിയിപ്പുകളെ നമുക്ക് നൽകി നമ്മെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഉത്തേജനം നൽകിയ, ഓർമ്മപ്പെടുത്തലുകൾ നൽകിയ വചനത്തെ നമുക്ക് ഓർക്കാം. കർത്താവിന് വേണ്ടി രാപ്പകൽ അധ്വാനം ചെയ്ത് ദൈവസ്നേഹത്തിൽ ഈ പാർത്തരത്തിൽ നമ്മുടെ ശുശ്രൂഷ എന്ന വേല തീർത്ത് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേരും കാണുവാനായി ഈ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ, വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിലെൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, വചനം കേൾക്കുവാൻ, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവമേ അങ്ങ് കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെ നമുക്ക് പ്രാപിക്കാമെന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം എന്താണെന്നും ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നാളിൽ ദൈവ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഉത്തമ ബോധ്യത്തോടെ വചനം ഞങ്ങളിൽ നിലനിൽപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. പാറ പുറത്തിട്ട വിത്ത് പോലെയല്ല, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയല്ല, വഴിയരികിൽ വീണ വിത്ത് പോലെയല്ല, നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഫലവത്തായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. കടന്നു വന്ന ജനത്തെ ആശീർവദിക്കണമേ. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് വളരെ സമാധാനത്തോടെ വിശ്രമിച്ച് രാവിലെ അങ്ങയുടെ മുഖം കണ്ണുണർന്ന് ആലയത്തിലെ ആരാധനയ്ക്ക് സമർപ്പണത്തോടെ എത്തുവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുകൃപ കൂടെ ഇരിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യജീവിതത്തോടും നാം കേട്ട വചനത്തിൻ്റെ അനുഗ്രഹത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ